ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ 3:57 വിളി എന്ത് കോപ്രായാണ് കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. വേറെ ഒന്നല്ല ഗൈസ്, ഞങ്ങൾ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് ഇപ്പം എന്താ പറയുക, അടുത്ത് കകൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഓലെ കൂടുതലാണ് നമ്മൾ ഈ ട്രിപ്പ് പോകണത്. അപ്പോൾ ആരും എണീപ്പിക്കാതെയാണ് നമ്മൾ ഈ ട്രിപ്പ് പോകണം. അപ്പോൾ നമ്മൾ ഉമ്മനോട് എല്ലാവരോടും പറഞ്ഞ്, ഉമ്മനോട് മാത്രം പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഗൈസ്. കാരണം മറ്റുള്ളവരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ അവരാരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ലഗേജുമായി നമ്മൾ ഇറങ്ങി ഗൈസ്. എന്താ പറയുക, ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, 2 ദമ്പതികളെ നമുക്ക് പിക്ക് ചെയ്യാനുണ്ട്. നമ്മൾ വേറെ എങ്ങോട്ടുമല്ല പോകുന്നത് ഗൈസ്, വയനാട്ടിലോട്ടാണ്. വയനാട് നമ്മൾ ഏതാ ഭാഗമെന്നൊന്നും എനിക്കറിയില്ല. അവിടെ പോയിട്ട് വേണം തീരുമാനിക്കാൻ. അങ്ങനെ അവരെ ദമ്പതികളെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ദമ്പതികൾ എത്തി ഗൈസ്. ഈ കാക്കൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കാക്കക്ക് കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല. അപ്പം കല്യാണത്തിന് എത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ കല്യാണത്തിന് എത്തിയില്ല. അപ്പം അവരെയും കൂട്ടി നമ്മൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ വണ്ടിക്ക് തിന്നാൻ വല്ലതും കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, വണ്ടിക്ക് പെട്രോളും അടിച്ചു. അങ്ങനെ നമ്മൾ നേരം ഏകദേശം രാവിലെ ആയി തുടങ്ങിയിരിക്കണേ, നേരെ ഏകദേശം പകലായി തുടങ്ങിയിരിക്കണേ. നമ്മൾ എന്താ പറയുക, പൊലിച്ചക്ക് 3 മണി 3:57 ഗൈസ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക, നേരം സൺറൈസിങ് കാണാനാണ് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്ക്. ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമ്മൾ വയനാട് ചുരം കയറുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം വയനാട് ചുരം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വയനാട് ചുരം ഇതാ ഗൈസ് തുടങ്ങുകയാണ്. അങ്ങനെ നമ്മളെ വയനാട് ചുരം കയറി തുടങ്ങി എത്രാമത്തോ ഒരു വളവിലുണ്ടല്ലോ, എന്താ പറയുക, ഫസ്റ്റത്തെ വളവില്ലേ. അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് മുകളിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി ഗൈസ്. കാരണം കാൽച്ചായ വല്ലതും കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങി. അങ്ങനെ അവിടുന്ന് ചായയും എന്തോ ഒരു കടിയും പറഞ്ഞിരുന്നു. അതൊക്കെ കുടിച്ച് നല്ല തണുപ്പുണ്ടേന്. അതുകൊണ്ട് നല്ല ചൂടുള്ള ചായ കിട്ടിയിട്ടുണ്ടല്ലോ, നല്ല സുഖമുണ്ടേന്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. നവദമ്പതികളല്ലേ, അപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. എന്താ പറയുക, നല്ല തണുപ്പുണ്ടേന്. അങ്ങനെ നമ്മളവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളവിടുന്ന് കയറി. നമ്മളെ ചുരം കയറി കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതായിരുന്നു ഗൈസ്, നല്ല രസം മെയിൻ കോഴ്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി ഏകദേശം എത്താനായപ്പോൾ ഒന്നും കൂടി നമ്മൾ നിർത്തി. കാരണം നല്ല വ്യൂ ആണ്, നല്ല വ്യൂ കഴിഞ്ഞപ്പം നല്ല പകൽ ടൈമല്ലേനോ. അപ്പം അവിടെ കുറച്ച് നേരം കൂടി നിർത്തി. നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മളവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് കണ്ടു ഗൈസ്. നമ്മൾ അവസാനത്തെ എന്താ പറയുക, വളവിണ്ടല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വയനാട്ടിലേക്ക് കടന്നു ഗൈസ്. ആ ലോറിൻ്റെ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് എടുക്കാൻ സമ്മതിച്ചില്ല. മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയും ജന്തു. അങ്ങനെ ആ ഒരു ഇത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. അങ്ങനെ നമ്മൾ വയനാട് എത്തിയപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫസ്റ്റ് എവിടെയും കയറിയിട്ട് പോകാൻ വെച്ചു. അപ്പം എന്നൂരിൽ കയറി, പക്ഷെ അത്ര നേരത്തെ ആയതുകൊണ്ട് ആരും തുറന്നില്ല ഗൈസ്. എന്നൂരിൽ പോയപ്പോൾ പോലും തുറന്നില്ല. അപ്പം നമ്മൾ സസ്യമായി തിരിച്ചു. എന്താ പറയുക, പൂക്കോളിലേക്കില്ലേ, അവിടെ അതും തുറന്നില്ല, ഒരു പരിപാടിയും തുറന്നില്ല. കാരണം മുമ്പേര കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ വെറുതെ ആ വാതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് കുറേ നേരം കളിച്ച് പിന്നെ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ കയറിനോടത്തൊന്നും തുറക്കില്ല. ഇവിടെ പോയപ്പോൾ നമ്മൾ വിചാരിച്ച് തുറന്നതേക്കൊന്നും തുറന്നില്ല. പിന്നെ കണ്ട ഹോട്ടലിൽ നമ്മൾ നിർത്തി. ആ സെക്യൂരിറ്റി മാമിൻ്റെ വിളി കാരണം നമ്മൾ അവിടെ കയറി, അവിടെ ഫ്രഷായി നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ അടിങ്ങി നിൽക്കില്ല, ഈ സാധനത്തിനെ കൊണ്ട് ഇങ്ങനെ പോകാമെന്നുള്ളൊരു ഇതായി. പിന്നെ നമ്മൾ വെള്ളപ്പവും ബീഫും, ഓല് ചിക്കനും വെള്ളപ്പമാണ് പറഞ്ഞത്, ഓല് ബീഫ് കഴിക്കില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് യാത്ര പിന്നെയും എന്നൂരിലേക്ക് വിട്ടു ഗൈസ്. അങ്ങനെ യാത്ര പിന്നെയും എന്നൂരിലേക്ക് വിട്ടു. അവിടെ അപ്പോഴേക്കൊക്കെ തുറന്നിനി, അപ്പോഴത്തേനൊക്കെ തുറന്നിനി. അപ്പോൾ എന്നൂർ ട്രെക്കിങ് നമ്മൾ ജീപ്പ് കൂടാണല്ലോ പോകാൻ. അവിടുത്തെ പാർക്കിംഗ് ഒക്കെ മാറ്റി കേട്ടോ. അപ്പോൾ പഴയ പാർക്കിംഗ് ഒന്നുമല്ല സ്ഥലത്തുള്ളത്. ആറെ തവണ കണ്ടിട്ട് എന്നാലും വെറുതെ ഓട് കണ്ടില്ല. നമ്മളെ ദമ്പതികളിൽ ഒരാൾ കണ്ടിട്ടില്ല. അങ്ങനെ പാർക്കൊക്കെ ചെയ്ത് നമ്മൾ എന്താ പറയുക, ടിക്കറ്റ് എടുത്ത് നമ്മളെ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മളെ ജീപ്പിൽ യാത്ര തുടങ്ങി ഗൈസ്. അങ്ങനെ കുറേ കുലുക്കം, അങ്ങനെ വലിയ കുലുക്കമില്ല, എന്നാലും കുലുക്കമുണ്ട് ഗൈസ്. അങ്ങനെ നല്ല വ്യൂ കിട്ടും, കുറേ നല്ല വ്യൂസ് ഉണ്ട്. ഇനി എത്ര കണ്ടാലും മറക്കാത്ത, അതുകൊണ്ടാണ് നല്ല വ്യൂസ് ഉണ്ട്. ഇനി സൂപ്പർ വ്യൂസ് ഇനി കേട്ടോ, അടിപൊളി വ്യൂസ് ഇനി. അങ്ങനെ ആ വ്യൂസൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ മുകളിലെത്തി. അങ്ങനെ മുകളിലെത്തിയപ്പം താഴത്ത് നിർത്ത ടിക്കറ്റ് കാണില്ല, എന്താ ചെയ്യുക. അങ്ങനെ കുറേ അത് തപ്പിയിരുന്ന് നമ്മൾ മുകളിലേക്ക് പോകുന്നു. പിന്നെ മുകളിലേക്ക് പോകുന്നപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. നല്ല ആൾക്കാർ അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ല, ടൈം ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനവിടെ നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ടേനി. പിന്നെ നമ്മളവിടെ ഉള്ള എല്ലാ കുറച്ച് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അതൊക്കെ കണ്ട് എന്താ പറയുക, എന്നൂരിപ്പോൾ എല്ലാവരും കണ്ടതാവും, ഞാൻ വിവരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുന്ന ദൃശ്യമാണ് ഗൈസ് കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് എന്താ പറയുക, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറി കണ്ട്. പിന്നെ ഓരോ എന്തൊക്കെ ആ സ്റ്റോളിൽ നിന്ന് വാങ്ങി. പിന്നെ ഞാനും വാങ്ങി, ഒരു റോസ്മേരിൻ്റെ ഇലയും വാങ്ങി. പിന്നെ എന്തൊക്കെ പപ്പടയി അത് വാങ്ങി. എൻ്റെ മോനോട് ഓടി നടക്കുകയായിരുന്നു. പിന്നെ ഓരോ സ്റ്റോളുകൾ കണ്ട്, അങ്ങനെ സ്റ്റോളൊക്കെ കണ്ട്
എന്തിലേക്ക് മണി വായിക്കും ഇറങ്ങി. അങ്ങനെ നമ്മൾ ചുറ്റും നടന്നെല്ലാം കണ്ട് എന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. അതിൽ വലിയ സങ്കടമുണ്ട്, എന്ത് ചെയ്യണം. അങ്ങനെ അതൊക്കെ കണ്ട് എൻ്റെ മുഖം നാല് നോക്കാൻ കിട്ടും ഗൈസ്. അതൊന്നും അത്ര മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം രാവിലെ തന്നെ അതുകൊണ്ട് ഒന്നിനും ഞാൻ കിട്ടിയില്ല. പിന്നെ അവിടെ കുറേ പോകുന്നുണ്ട്, അത് കറക്റ്റ് നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. എങ്ങനെ അതിൻ്റെ ടെക്നിക്കൊന്നും കിട്ടില്ല. പണ്ടൊക്കെ കുറേ ഞാൻ കക്കിങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ മോനും വീട് അങ്ങനെ ഓടി നടക്കാൻ ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ നോക്കി, പക്ഷെ ഞാൻ പിടിച്ച് നിർത്തി. നമ്മൾ എങ്ങനെയൊക്കെ ഓനെ മാനേജ് ചെയ്തിട്ട് ഇങ്ങനെ പറ്റി. ഇതിന് കാല് മാത്രമേ ഉള്ളൂ, പറ്റി തല ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അവിടെ. പിന്നെ നമ്മളവിടെ ഉള്ള കുറേ ഈ കുടിലെ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കണ്ട് ആദ്യം പോയപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസും ഫ്രെയിംസും കാര്യങ്ങളൊന്നും അവിടെ വെക്കലില്ലേന്. പിന്നെ കുറേ ഓല ഉപയോഗിച്ച കുറേ സാധനങ്ങളും അതൊക്കെ കണ്ട് ആദ്യം ഇതൊന്നും ഇല്ലേനി തോന്നുന്നുണ്ട്, ഞാൻ കണ്ടിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആദ്യം എൻ്റെ അടിയൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, അതോ ഇപ്പോൾ വന്നതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പോൾ പിന്നെ കുറേ അന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതാണ് നമ്മൾ മെയിൻ. പിന്നെ